11ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചെല്ലാരും. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കൊസീക് ഇൻവേഴ്സ് ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ്. നമ്മള് ഇതിലെ ആദ്യത്തെ ആളിനെ എടുത്തെഴുതുന്നു. ആദ്യത്തെ ആൾ ആരാ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ഇപ്പോൾ ചെയ്തുകൊണ്ട് വന്ന ചിലരുടെ ബുക്കിലൊക്കെ മിക്കവാറും ആളുകൾ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെറ്റ് y ഈക്വൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വിളിക്കുന്നത് എപ്പോഴാണ്? ഇതിലെ ആരെങ്കിലും ഒരാൾ മാത്രമായി ക്വസ്റ്റ്യനിൽ ഉള്ളപ്പോഴാണ് നമ്മൾ ലെറ്റ് y എന്ന് വിളിക്കുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഓരോരുത്തരെ മാത്രമായിട്ട് എടുക്കുകയാണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ത് വരുന്നതിന്റെ അർത്ഥം? ടാനിന്റെ ഏതോ ഒരു ആംഗിളിന് ഉത്തരം 1 എന്ന് വന്നിരിക്കുന്നു. ഏതാണ് ആംഗിള്? π/. അപ്പൊ ടാൻ π/4ന്റെ വിലയാണ് 1. അപ്പൊ തിരിച്ച് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എത്രയാണ്? 1 π/4. എഴുതാത്തവർ റെഡ് എങ്കിൽ എഴുതുക. അടുത്തത് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2. ഇതിനെ കുറിച്ച് ആധികാരികമായി നമ്മളോട് സംസാരിക്കാൻ കഴിയുന്നത് ഫാത്തിമയ്ക്കാണ്, അല്ലെ? അപ്പൊ ഫാത്തിമ, കോസ് ഇൻവേഴ്സും ബ്രാക്കറ്റിനകത്ത് മൈനസും വന്നാൽ ഫാത്തിമ എഴുതിയിട്ട് ഉത്തരം പറയൂ. എന്തുവാ റിസൾട്ട്? കോസ് ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു മൈനസ് കോസ് ഇൻവേഴ്സ് x അല്ല പൈ മൈനസ്. അപ്പൊ ഇവിടെ എന്തോ ഒരു ഉത്തരം പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2. പൈ അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞ അർത്ഥം? കോസിന്റെ ഏതോ ഒരു ആംഗിളിന് ഉത്തരം 1/2 എന്ന് കിട്ടി. ഏതാണ് ആംഗിള്? π/3. അപ്പൊ തിരിച്ച് കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ആരാ? π/3. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യണ്ട. സാധാരണ കണക്കിൽ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യും. സിംപ്ലിഫൈ അവിടെ നിൽക്കട്ടെ. π/3. ഓക്കെ. അടുത്ത ആളാരാ? സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. ഇരിക്കൂ ഫാത്തിമ. ശ്രീപൂർണ്ണമാണോ ഒന്ന് എഴുന്നേൽക്കൂ. സൈൻ ഇൻവേഴ്സും ബ്രാക്കറ്റിനകത്ത് മൈനസും വല്ല റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? വെച്ചേ പറഞ്ഞാട്ടെ. സൈൻ ഇൻവേഴ്സ് ഓഫ് -x നമുക്ക് വായിച്ചെങ്ങനെ പറ്റത്തുള്ളൂ. മൈനസ് സൈൻ ഇൻവേഴ്സ് x. ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഉത്തരം മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 മൈനസ്. ഇനി എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞ അർത്ഥം? സൈനിന്റെ ഏതോ ഒരു ആംഗിളിന് ഉത്തരം എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. ഏതാണ് ആംഗിൾ? എത്ര? π/6 ആണോ? അപ്പൊ ആൻസർ -π/6. അല്ലാതെ നിങ്ങൾ ഓരോന്നിലും ലെറ്റ് y ഈക്വൽ എന്ന് എഴുതിയാൽ പ്രോബ്ലം മൊത്തം തെറ്റാണ്. അങ്ങനെ എഴുതാൻ പറ്റില്ല. ഓരോന്നും പ്രത്യേകം എടുത്ത് കണ്ടുപിടിക്കാം. എഴുതിയായിരുന്നോ? ഓൺലൈൻകാർക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. ക്ലാസ്സിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. ഓക്കെ. അപ്പൊ ഇനി ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഒന്ന് എടുത്തിരിക്കേ. ഏതാ ക്വസ്റ്റ്യൻ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. മൊത്തം ക്വസ്റ്റ്യൻ എഴുതിയോ? ഇനി ഓരോരുത്തരുടെ വില അങ്ങോട്ട് കൊടുക്കുന്നു. പറഞ്ഞാട്ടെ. ടാൻ ഇൻവേഴ്സ് ഓഫ് 1. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, വീട്ടിൽ പോയി കണക്ക് ചെയ്ത് പഠിക്കുമ്പോ റിപ്പീറ്റ് എഴുതുമ്പോ ദേവന്നയ്ക്ക് ഇപ്പൊ എന്നത് അടി മേടിക്കും. എഴുതുമ്പോ ഈ സൈഡിൽ എഴുതി തരുന്ന റിസൾട്ടുകളും കൂടി അങ്ങനെയാണ് ഫാത്തിമ റിപ്പീറ്റ് എഴുതിയിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ACT വാട്ടർ പേപ്പർ കളിക്കേണ്ടി വരുന്നത്. ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് റിസൾട്ട് പഠിച്ചത് അതാണ് കുഴപ്പം. ഇപ്പൊ എഴുതുമ്പോഴെല്ലാം റിസൾട്ട് കൂടെ സൈഡിൽ എഴുതി വേണം പഠിക്കാനായിട്ട്. പറഞ്ഞാട്ടെ. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എത്ര? π/4 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 π - π/3
പ്ലസ് സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 മൈനസ് പൈ ബൈ. അപ്പോ ഈ പൈ എന്ന് പറഞ്ഞാൽ π/1 എന്നല്ലേ അർത്ഥം ആണോ? ഇതിൽ സെയിം ഡിനോമിനേറ്റർ ഉള്ള വല്ല ഫ്രാക്ഷൻസ് ഉണ്ടോ? ഏതെങ്കിലും ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ സെയിം ആയിട്ടുള്ള വല്ലവരും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെയിം ആക്കണം. അതിനുള്ള മാർഗം മാർഗം ഒരെണ്ണത്തിന്റെ ഡിനോമിനേറ്റർ 4, മറ്റൊരെണ്ണത്തിൻ്റെത് 1, ഒരെണ്ണത്തിൻ്റെത് 3, ഒരെണ്ണത്തിൻ്റെത് 6. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അതിന് LCM കണ്ടുപിടിക്കണം. 4ന്റെയും 3ന്റെയും 6ന്റെയും LCM. ഇവരെ 3 പേരെയും കൂടെ ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വല്ലതും ഉണ്ടോ? ഇല്ല. ഉണ്ടോ? 4, 3, 6 കൂടെ ഇല്ല. 2 പേരെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഉണ്ടോ? ഉണ്ട്. 4, 6 എടുത്താൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3, 6 എടുത്താൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ 2 എടുക്കുവാണെങ്കിൽ 2, 2, 4. ഈ 3 അതുപോലെ തന്നെ എഴുതി. 2, 3, 6. ഇനി എത്ര കൊണ്ട് പറ്റും? ഇനി എത്ര കൊണ്ട് പറ്റും? 3 കൊണ്ട്. 2 അതുപോലെ എഴുതി. 1, 1. LCM കണ്ടുപിടിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഗുണിക്കുക. 2 ഗുണം 3 6, 6 ഗുണം 2 12. അപ്പൊ ഇവരുടെ മൊത്തത്തിലുള്ള LCM എത്രയാണ്? മൊത്തത്തിലുള്ള LCM എത്ര? 12. എഴുതാത്തൊരു എഴുതിക്കോണം. 12. ഈ LCM കണ്ടുപിടിച്ചേക്കുന്ന സ്റ്റെപ്പ് വർക്കിംഗ് കോളത്തിലൊന്ന് എഴുതിയിട്ട്. നോക്കൂ. 4 എത്രയായി മാറണം? 12. 4 12 ആകണമെങ്കിൽ 4 കൊണ്ട് ഗുണിക്കണം. അടിപൊളിയായിട്ടുണ്ട്. 3 കൊണ്ട് ഗുണിക്കണം. എത്ര കൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ആരെ ഗുണിക്കുക? ന്യൂമറേറ്ററിനെ ഗുണിക്കുക. അപ്പൊ എന്ത് കിട്ടും? 3π പ്ലസ് അടുത്തതിന്റെ ഡിനോമിനേറ്റർ 1 ആണ്. 1 എന്താക്കണം? 12 ആക്കണം. എന്ത് ചെയ്താൽ മതി? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 12 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? 12π മൈനസ് 3യെ 12 ആക്കണം. 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4π. 6നെ 12 ആക്കണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? ന്യൂമറേറ്ററിനെ. അപ്പൊ എന്ത് വരും? -2π. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഐശ്വര്യപ്രകാശം എന്തോ സംശയമുണ്ടോ? അപ്പൊ ഡിനോമിനേറ്ററിൽ 12 അതുപോലെ തന്നെ എഴുതി. ഇനി ന്യൂമറേറ്ററിൽ പോസിറ്റീവ് ആയിട്ടുള്ളവർ ആരൊക്കെയുണ്ട്? 3πയും 12πയും കൂടെ. ആൻസർ 15. ഇവർ രണ്ടുപേരും നെഗറ്റീവ് അല്ലേ? അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് പറഞ്ഞേ. -6π ആണോ? 15πയിൽ നിന്ന് 6π കുറച്ചാൽ 9π ഡിവൈഡഡ് ബൈ ഈ 9ഉം 12 ഏതെങ്കിലും നമ്പർ കൊണ്ട് വെട്ടാൻ പറ്റുമോ? എത്ര ഉണ്ട്? 3 കൊണ്ട്. 3 9, 3 4 12. ആൻസർ ഈസ് ഓപ്ഷൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നോ? ഫൈൻഡ് ദ വാല്യൂ ആയിരുന്നോ? ഫൈൻഡ് ദ വാല്യൂ ആണ്. ഇങ്ങനെയാണോ ആൻസർ കിട്ടി? എന്താ ചോദിച്ചാട്ടെ? ഇത് സിംപ്ലിഫൈ ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പൊ 2 എണ്ണത്തിന് പകരം ഒരു സിംഗിൾ ഫ്രാക്ഷൻ വരും. അപ്പോഴും ഇതേപോലെ LCM എടുത്ത് ചെയ്യാം. ഇനി അല്ലാതെ ആദ്യത്തെ 2 പേരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുക. ദെൻ മൂന്നാമത്തേതുമായിട്ട് സിംപ്ലിഫൈ ചെയ്താലും മതി. ഏത് പദ്ധതി ചെയ്താലും ആൻസർ 3π/4 വരും. ഇവിടെ കിട്ടിയോ? അതിലേക്ക് മനസ്സിലായോ? ഓൺലൈൻകാർക്ക് 2 പേർക്ക് മനസ്സിലായോ? ഓക്കെ. എഴുതിയായിരുന്നോ പ്രോബ്ലം നിങ്ങള്? എഴുതാത്തവർ എന്റെ കൂടെ എഴുതിക്കോണം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? മനോഹരമായ ഹാൻഡ് റൈറ്റിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് cos ഇൻവേഴ്സ് 1/2 പ്ലസ് 2 sin ഇൻവേഴ്സ് 1/2. അപ്പൊ എന്റെ കൂടെ എഴുതിക്കോളാം. ആദ്യത്തേത് cos ഇൻവേഴ്സ് 1/2. എന്താണ് cos ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞ അർത്ഥം? കോസിന്റെ ഏതോ ഒരു ആംഗിളിന് ഉത്തരം 1/2 എന്ന് കിട്ടി. ഏത് ആംഗിള്? അതിലെ ഏത് ആംഗിള്? π/. അപ്പൊ തിരിച്ച് cos ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ ആരാണ്? π/3. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അടുത്തത്
സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. ഇത് ഞാൻ എഴുതിയിരിക്കുന്ന ചോദ്യം കറക്റ്റ് ആണോ? അല്ലയോ? ആ അല്ല, 2 അടയ്ക്കട്ടെ. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. എന്തോ ഇത്ര സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് പറഞ്ഞ അർത്ഥം? സൈനിന്റെ ഏതോ ഒരു ആംഗിളിന് ഉത്തരം 1/2 എന്ന് കിട്ടി. ഏതാണ് ആംഗിള്? ബൈ. അപ്പൊ തിരിച്ച് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആരാ? ബൈ. ഇനി ഞാൻ ഈ ക്യൂ എന്ന് എഴുതിയ സ്ഥാനത്ത് നിങ്ങൾ എന്തെടുത്തെഴുതണം? ക്വസ്റ്റ്യൻ. എന്തോ ക്വസ്റ്റ്യൻ? കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2 ഈക്വൽ π/3 പ്ലസ് 2 ഇൻറ്റു π/6. ഈ രണ്ടും ഈ 6 കൂടെ വെട്ടിയാൽ 3. അപ്പൊ π/3 പ്ലസ് π/3. ഈ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അതെടുത്ത് എഴുതിയിട്ട് ന്യൂമറേറ്റർ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? പൈ പ്ലസ് പൈ. ആൻസർ 2π/. ഇങ്ങനാണോ ആൻസർ കിട്ടിയത്? ഓക്കെ. അല്ലാത്തൊരു എഴുതിയെടുത്തോ? എഴുതിയോ? ഓക്കെ. ഓൺലൈൻകാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നോ? ഇല്ല സാർ. ഇല്ല. അപ്പൊ ഇത് ഒരു പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. വായിച്ചാട്ട ചോദ്യം. ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ വിസ്മയ വൈ, ദെൻ താഴെ 4 ഓപ്ഷൻസ് കൊടുത്തേക്കും. കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ തിരിച്ചങ്ങ് വായിച്ച ചോദ്യം. y ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാ ചോദ്യം? സൈൻ ഇൻവേഴ്സ് എക്സ്. അതിനകത്തിലെ വൈയെ കുറിച്ചല്ലേ 4 ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്? y ഈക്വൽ സൈൻ ഇൻവേഴ്സ് എക്സിലെ വൈയുടെ വിലകളെല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന സെറ്റിന് പറയുന്ന പേരെന്തോ? റേഞ്ച്. എന്താ പറയുന്നു? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ചോദ്യം സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റേഞ്ചിനെ കുറിച്ചാണ് ചോദ്യം. ഓപ്ഷനൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തുവായിരുന്നു അതിന്റെ റേഞ്ച്? ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 π/2. ഇതല്ലേ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആൻസർ ഇതിനകത്തിൽ ഉണ്ടോ നോക്കൂ. ഇതാണോ അത്? അല്ല. ഇതാണോ? അല്ല. ഇതാണോ? അല്ല. ഇതാണോ? ഇങ്ങനെ മനസ്സിലായി? ഇത് +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. -π/2 < y < π/2 എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ക്ലോസ്ഡ് ഇന്റർവെൽ -π/2 +π/2 എന്ന് എഴുതുന്നത്. ഇപ്പൊ കാര്യം പിടി കിട്ടിയോ? എഴുതിയാട്ടെ. ഓൺലൈൻകാർക്ക് മനസ്സിലായ കണക്ക്? മനസ്സിലായി സാർ. അപ്പൊ എന്താണ് ചോദ്യം? ഹലോ, എന്താണ് ക്വസ്റ്റ്യൻ? ടാൻ ഇൻവേഴ്സ് ഒക്കെ എന്തോ വെച്ചു? ടാൻ ഇൻവേഴ്സ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ഈസ് ഈക്വൽ ടു ഓപ്ഷൻ എ പൈ, ഓപ്ഷൻ ബി -π/3, ഓപ്ഷൻ സി π/, ഓപ്ഷൻ ഡി 2π/. ഇത്രയും ഓപ്ഷനാണ് നമുക്ക് തന്നേക്കുന്നത്. ബോർഡിലേക്ക് നോക്കാം. എഴുതാത്ത രണ്ടോട് എഴുതിക്കോണം. ആദ്യം നമ്മൾ ടാൻ ഇൻവേഴ്സ് ഓഫ് √3 വില കണ്ടുപിടിക്കുന്നു. അർത്ഥം പറഞ്ഞാട്ടെ. ടാനിന്റെ ഏതോ ഒരാംഗിളിന് ഉത്തരം √3 എന്ന് കിട്ടി. ഏതാണ് ആംഗിൾ? π/3. അപ്പൊ തിരിച്ച് ടാൻ ഇൻവേഴ്സ് ഓഫ് √3 ആരാ? π/3. വിസ്മയമാണത്തിന് അംശം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അടുത്തത് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2. ഫാത്തിമ, എന്ത് വരുന്നു? സീക്ക് ഇൻവേഴ്സും മൈനസോട് വരുമ്പോ സീക്ക് ഇൻവേഴ്സ് ഓഫ് -x ഈക്വൽ ടു
പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പൊ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും നമ്മൾ എന്തോ എഴുതി വെക്കും? പൈ മൈനസ് ഇത്ര ഇല്ലേ? സീക്ക് ഇൻവേഴ്സ് ഓഫ്. അപ്പോൾ പൈ മൈനസ് എന്തുവാ ശ്രീപൂർണ്ണ ഈ സീക്ക് ഇൻവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ അർത്ഥം? സീക്കിന്റെ ഏതോ ഒരാംഗിളിന് ഉത്തരം. പക്ഷെ നമ്മൾ പഠിച്ച ടേബിളിൽ ആരില്ല? സീക്കില്ല. പിന്നെ ആരാ ഉള്ളേ? അപ്പൊ കോസ് വെച്ച് എന്തോ ആലോചിക്കും? കോസിന്റെ ഏതോ ഒരാംഗിളിന് ഉത്തരം 1/2 എന്ന് കിട്ടും. ഏതാണ് ആംഗിൾ? അപ്പൊ π/3. അപ്പോ പൈ മൈനസ് π/3. ബുദ്ധിമുട്ടെന്തെങ്കിലും അവിടെ എഴുതിയോ? അപ്പൊ ഇനി ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് ഓഫ് √3 മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 ഈക്വൽ π/3 മൈനസ് പൈ മൈനസ് അതിനത് ബ്രാക്കറ്റിലിട്ടത്. ഈ സീക്ക് ഇൻവേഴ്സ് ഓഫ് -2 വില എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അതിന്റെ വിലയാണ് പൈ മൈനസ് π/3. ആ വില എന്ത് ചെയ്യണം? നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അതിനാണ് ഈ മൈനസ് ഇട്ടിട്ട് അത് ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോ π/3 മൈനസ് അകത്തോട്ട് ഗുണിച്ച് -π പ്ലസ് π/3. ഓക്കെ, π/3യും π/3യും കൂടെ ആഡ് ചെയ്താൽ 2π/3. 2π/3 മൈനസ് π. ഈ പൈ എന്ന് പറഞ്ഞാൽ ഫാത്തിമെ π/1 എന്നല്ലേ അർത്ഥം? ആണോ? ഐശ്വര്യ പ്രദേശത്ത് ഉറങ്ങനാണോ? അന്ന് ക്രോസ് മൾട്ടിപ്ലൈ പറഞ്ഞു 2π × 1 2π മൈനസ് 3π × 3π ബൈ 3 × 1 2π മൈനസ് 3π മൈനസ് π. ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നതിനകത്തിലുണ്ടോ? ഉണ്ട്. ഏതാ ഓപ്ഷൻ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി -π/3. ഇങ്ങനെയാണോ ചെയ്തുകൊണ്ട് വന്നവർക്ക് ഉത്തരം കിട്ടിയത്? ഓൺലൈൻ കറക്ക് ഇങ്ങനെയാണോ ഉത്തരം കിട്ടിയേ? അതെ സാർ. ഓക്കെ. വിദ്യാലക്ഷ്മി? ആണ് സാർ. ഓക്കെ.